ക്രിക്കറ്റിൻ്റെയും സർക്കസിൻ്റെയും കേക്കിൻ്റെയും കഥ മാത്രമൊന്നുമല്ല തലശ്ശേരിക്ക് പറയാനുള്ളത്. വേറെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിലൊന്ന് മാത്രമാണ് കുരുമുളക് വ്യാപാരത്തിന് വന്നിട്ടുണ്ടായിരുന്ന വിദേശികൾ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയ പാണ്ടികശാല എങ്ങനെ തലശ്ശേരി കോട്ടയായി മാറി എന്നുള്ള കഥ. അത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവിടെയാണ്, തലശ്ശേരി കോട്ടയിൽ. പഴശ്ശിരാജയുമായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് തന്ത്രം മെനഞ്ഞിരുന്ന ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു കോട്ടയാണ് ഈ കാണുന്ന തലശ്ശേരി കോട്ട. ഫ്രഞ്ചുകാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പാണ്ടികശാല 1708 ബ്രിട്ടീഷുകാർ ഈ കാണുന്ന തലശ്ശേരി കോട്ടയായിട്ട് മാറ്റിയെടുക്കുന്നത്. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടയെ കേന്ദ്രീകരിച്ചിട്ടാണ് തലശ്ശേരി നഗരം വളർന്നതും വികസിച്ചതും എല്ലാം. സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 ഭൂഗർഭ അറകൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കോട്ടയുടെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം തന്നെ കാണാൻ പറ്റും. അവിടുന്ന് മാറി കുറച്ച് മുകളിലേക്കായിട്ട് വരുന്നിടത്ത് ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഏകദേശം 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കത്തോലിക്ക പള്ളികളിലൊന്നായ ഹോളി റോസറി ചർച്ചാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ ക്ലാസ് മുറിയിൽ നിന്ന് പോലും അറേബ്യൻ കടലിൻ്റെ കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്കൂൾ കൂടിയുണ്ട്, സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്. തലശ്ശേരിയിൽ വരുന്നവരൊക്കെ ഒന്ന് ഇവിടെയും കൂടി വന്ന് നോക്ക്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ പിന്നെ ശരി, അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.